ലഗേജ് കളക്ട് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മാത്രം ബാഗേജ് വരുന്നില്ല, ബാഗ് മിസ്സായിപ്പോയി. നിങ്ങൾ എന്ത് ചെയ്യും ഈ സിറ്റുവേഷനിൽ? നിങ്ങളുടെ ലഗേജ് വരാത്ത വശം എയർപോർട്ട് വിട്ട് പോകരുത്. മിക്കുള്ള ആൾക്കാരും ഇവിടെയാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. കൺവെയർ ബെൽറ്റിൽ ബാഗ് വരാത്തപ്പോൾ നിങ്ങളുടെ ബാഗ് ഒരു പക്ഷേ ഡിലേ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഫ്ലൈറ്റിൽ ചിലപ്പം പോയിട്ടുണ്ടാകാം. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പുറത്തു പോയാൽ സിസ്റ്റം നിങ്ങളുടെ കേസ് ഒരിക്കലും പ്രയോറിറ്റൈസ് ചെയ്യത്തില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് എയർലൈൻ ബാഗേജ് കൗണ്ടറിലേക്കാണ് നമ്മൾ പോകേണ്ടത്, ജനറൽ ഹെൽപ്പ് ഡെസ്കിലേക്കല്ല. അവിടെ ഒരു PIR റിപ്പോർട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ എൻട്രി. അതിന് ബാഗേജ് ടാഗ് നമ്പർ, ബോർഡിംഗ് പാസ്, നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അഡ്രസ്, കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കണം. പിന്നെ ഇവിടെ തന്നെ ഒരു റെഫറൻസ് നമ്പർ വാങ്ങിക്കുക. ഈ നമ്പർ ഇല്ലെങ്കിൽ ട്രാക്കിംഗ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഫീസിബിൾ ആയിരിക്കത്തില്ല. ഈ നമ്പർ ഉപയോഗിച്ച് എയർലൈൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ആപ്പ് ഇതിലെല്ലാം കയറി നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയട്ടെ, എയർലൈൻസ് എല്ലാം വേൾഡ് ട്രേസർ എന്ന ഗ്ലോബൽ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ എയർപോർട്ടിലും നിങ്ങളുടെ ബാഗ് സ്കാനും ആവുന്നുണ്ട്. പക്ഷേ സിസ്റ്റത്തിൽ ഡേറ്റ ഉണ്ടെന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് ഒന്നും നടക്കത്തില്ല. റിപ്പോർട്ട് ചെയ്ത കേസിന് മാത്രമേ പ്രയോറിറ്റി കിട്ടത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ട്രാൻസിറ്റ് ഫ്ലൈറ്റ് ഷോർട്ട് ആണെങ്കിലും അല്ലെങ്കിലും ടെർമിനൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്താലും ലഗേജ് പിന്നിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വളരെ കോമൺ ആണ്. സോ സിമ്പിൾ റൂൾ, ബാഗ് വരാത്തപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്ന് സമയം വേസ്റ്റ് ചെയ്യരുത്, സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുക. ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം ആ മൊമെന്റിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബിക്കോസ് നമ്മൾ നല്ലതായിട്ട് പാനിക് ആയിരിക്കും.